എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഹെയർ ഡേ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കെമിക്കലുകൾ അലർജി ഉള്ളവർക്ക് മാത്രമല്ല, ചിലർക്കൊക്കെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ഉപയോഗിക്കുമ്പോൾ അലർജി പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കുന്നത് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത രീതിയിലാണ്. 100% ഇഫക്റ്റീവാണിത്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ ഡേ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. ഈ ഒരു ഹെയർ ഡേയുടെ കളറ് നമ്മുടെ മുടിയിലും നിലനിൽക്കുന്നതാണ്. ഏകദേശം 1 മാസം വരെ ആ ഒരു കളറ് നമ്മുടെ മുടിയിലും നിലനിൽക്കും. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം തന്നെ തേയിലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള പൗഡറുകൾ വേണം നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം 1 ഗ്ലാസ് വെള്ളം എന്നത് 3/4 ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കാം. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. അങ്ങനെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിനൊരു ഇളം ചൂടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ടും അകാല നിറ തടയുവാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കറിവേപ്പില ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ നമ്മുടെ മുടിയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 കുരുമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ മുടിയിൽ ഡൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നീരിറക്കം, ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കുരുമുളക് ചേർക്കുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെണ്ടക്കയാണ്. ഒരുപാടൊന്നും വേണ്ട, 1 മാത്രം മതി. മുടി ഡൈ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മുടി വല്ലാതെ ഡ്രൈ ആകുന്നു, അതേപോലെ തന്നെ റഫ് ആകുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു വെണ്ടയ്ക്ക ചേർക്കുന്നത്. അതാവുമ്പോൾ മുടി നല്ല സോഫ്റ്റും സിൽക്കിയുമായിട്ട് കിട്ടും. ഈ ഒരു ഹെയർ ഡേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് മുടി കഴുകാനായിട്ട് ഷാമ്പുവോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇനി നമുക്കിത് 2 മണിക്കൂർ നേരം കുതിരാനായിട്ട് വയ്ക്കാം. ആ ഒരു ഇളം ചൂടിൽ കിടന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എപ്പോഴും നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ പാത്രത്തിൽ വേണം തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു കളറ് കിട്ടുകയുള്ളൂ. ഇരുമ്പിൽ അയേൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു അയേൺ കണ്ടൻറ്റ് നമ്മുടെ ഹെയർ ഡേയിലേക്ക് ഇറങ്ങുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഹെയർ ഡേ ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് മുടി നരയ്ക്കാത്തവർക്ക് മുടി കഴുകാനായിട്ട് ഒരു താളിയായിട്ടും ഉപയോഗിക്കാം. ഇനി നമ്മുടെ അടുത്ത് ഇരുമ്പിൻ്റെ പാത്രമില്ലെങ്കിൽ നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കുന്ന സമയത്ത്, അതായത് ഹെയർ ഡേ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ഇരുമ്പിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാലും മതി. ഇത് മുടി നരയ്ക്കാത്തവർക്ക് മുടി കഴുകാനായിട്ട് ഒരു താളിയായിട്ടും ഉപയോഗിക്കാം. അത് അകാല നിറ തടയുവാനായിട്ടും സഹായിക്കും. അതായത് ഇത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് ഇതിലെ ആ ഒരു നീര് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 1 മണിക്കൂർ ശേഷം നമ്മുടെ മുടി കഴുകുന്നത് വളരെ നല്ലതാണ്. അതും സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാലും മതി. ഇപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഒരു ഹെയർ ഡേ ആണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇത് വറ്റിച്ച് കുറുക്കിയെടുക്കണം. ഇത് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഈ ഒരു ഡൈ 100% നാച്ചുറലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിയില്ല. അതേപോലെ ഏത് അലർജി പ്രശ്നങ്ങളുള്ളവർക്കും ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഹെയർ ഡൈ നല്ലതുപോലെ തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇതിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ല ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡർ തന്നെ നമ്മളിതിലേക്ക് എടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. ഹെന്ന പൗഡറും നെല്ലിക്കാപ്പൊടിയും നമ്മുടെ മുടി പെട്ടെന്ന് കളറ് പിടിക്കാനും അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ പിടിച്ച ആ ഒരു കളറ് കൂടുതൽ നാളെ നിലനിൽക്കാനായിട്ടും സഹായിക്കും.
അതായത് ഏകദേശം 1 മാസത്തോളം വരെ ആ ഒരു കളറ് നിലനിൽക്കുന്നതാണ്. പണ്ട് കാലം മുതൽ മുടി കറുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് നെല്ലിക്കാപ്പൊടിയും അതേപോലെ തന്നെ ഹെന്ന പൗഡറും. ഏതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിച്ചിട്ടും നമ്മുടെ മുടിക്ക് നല്ലൊരു കളർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഹെയർ ഡൈയുടെ കൺസിസ്റ്റൻസിയിൽ ഇത് ആക്കിയെടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 4 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഹെയർ ഡൈ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം പാടില്ല. നല്ലതുപോലെ ഷാമ്പു വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ടുള്ള മുടിയിലേക്കായിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്ന ഈ ഒരു കളറ് നമ്മുടെ മുടിയിലും കിട്ടുന്നതാണ്. അതും ഒരുപാട് കാലം നമ്മുടെ മുടിയിൽ നിലനിൽക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹെയർ ഡൈ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് അത് കഴുകാനായിട്ട് ഷാമ്പുവോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ വെണ്ടയ്ക്ക ചേർത്തത് കൊണ്ട് തന്നെ സാധാരണ വെള്ളത്തിൽ നമുക്ക് കഴുകാവുന്നതാണ്. നമ്മുടെ മുടിക്ക് നല്ലൊരു സോഫ്റ്റും സിൽക്കിയുമായിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടും. നമ്മൾ പാർലറിലൊക്കെ പോയി മുടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഹെയർ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.